സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDF-ന് കൂടുതൽ കരുത്ത് പകരും. വലിയ വിജയം തന്നെ ഇത്തവണ മലയോര മേഖലയിൽ നിന്നുണ്ടാകും. അതിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ 21-ാം തീയതിയാണ്. 2 ദിവസം കൂടി മാത്രമാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശനിയാഴ്ച ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള തിരക്കിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനകത്താണ്. ഇവിടെയാണ് കോഴിക്കോട് നഗരത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ നോർത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ, തിരുവമ്പാടിയിലെ LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ്, പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ മുതലായവരെല്ലാവരും തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ നാമനിർദ്ദേശ പത്രികകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുകയും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായാലും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ. നോമിനേഷൻ നൽകുന്ന ഈ നിമിഷം വരെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച അനുഭവം ആവേശകരമാണ്, ഏറെ കരുത്ത് നൽകുന്നതാണ്. കഴിഞ്ഞ 5 വർഷം ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന്, തമ്മിലടിയില്ലാത്ത ഒരു സർക്കാർ തന്നെ കേരളത്തിൽ തുടരണം, അത് LDF-നെ സാധിക്കൂ എന്ന ചിന്താഗതി. 2, LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, അത് വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം നടന്നിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ ജനങ്ങൾ അത് വലിയ നിലയിൽ താല്പര്യത്തോടെ കാണുകയാണ്. അതിൽ ഓരോന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലൊരു സമയത്ത് പറയണില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. പക്ഷെ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ദേശീയപാത 66 യാഥാർത്ഥ്യമായി, കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായിരുന്നു. കോഴിക്കോട് ജില്ലയിലും മലബാറിലും വലിയ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂല വോട്ടായി മാറുന്നു. അതിലേറ്റവും മികച്ച നിലയിൽ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലം ബേപ്പൂർ മണ്ഡലമായിരിക്കും. കാരണം രാമനാട്ടുകരയിൽ നിന്നാണ് 2 ഭാഗത്തേക്കുള്ള റോഡുകൾ യാഥാർത്ഥ്യമായത്, 2 റീച്ചും. രാമനാട്ടുകരയിൽ നിന്നും വെങ്ങളത്തേക്ക് കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളാണ്. കാരണം ഈ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ കോഴിക്കോട്ടേക്ക് എത്തുക അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് പോവുക ബേപ്പൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയാണ്. രാമനാട്ടുകര, ഫറൂഖ് പേട്ട, ഫറൂഖ് ചുങ്കം, ഫറൂഖ് പേട്ട, ചെറുവണ്ണൂർ, അരീക്കാട്, മീൻചന്ത, അങ്ങനെയാ പോവാ. ഈ ബൈപ്പാസ് ഇല്ലാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ ആ വാഹനമൊക്കെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി? ആ പ്രദേശത്തുള്ളവർക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടാകും. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയായിരുന്നു കോഴിക്കോട് ബൈപ്പാസ് ഉൾപ്പെടെ NH66. അത് LDF സർക്കാർ വന്ന് യാഥാർത്ഥ്യമായി. കേരളത്തിലാകെ അതിന്റെ ഗുണമുണ്ടാകും, കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDF-ന് കൂടുതൽ കരുത്ത് പകരും. രാമനാട്ടുകരയിൽ നിന്നും മലപ്പുറം ജില്ല കടന്ന് തൃശ്ശൂർ എത്താൻ ഇപ്പോൾ 1.5 മണിക്കൂർ മതി, നേരത്തെ 5 മണിക്കൂർ വേണം. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് കടന്ന് കൊയിലാണ്ടി എത്താൻ നേരത്തെ മണിക്കൂറുകൾ വേണം, ഇപ്പോ 10-15 മിനിറ്റ് മതി. ബേപ്പൂർ മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നേരത്തെ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. ഇപ്പോ കോഴിക്കോട് ബൈപ്പാസ് വന്നതോടുകൂടി മെഡിക്കൽ കോളേജിൽ വേഗത്തിലെത്താം, കോഴിക്കോട് നഗരത്തിൽ വേഗത്തിലെത്താം. ഇത് ഏറ്റവും അധികം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വീടുകളിൽ പോകുമ്പോൾ ആളുകൾ എടുത്തു പറയുകയാണ്, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇത് എടുത്തു പറയുകയാണ്. അപ്പൊ കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്
മുടങ്ങിപ്പോയ പദ്ധതി, UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച്, ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ച്, സംസ്ഥാന സർക്കാരിന് കൂടി ഇച്ഛാശക്തിയുടെ ഭാഗമായി യാഥാർത്ഥ്യമായ കോഴിക്കോട് ബൈപ്പാസ് ഏറ്റവും അധികം LDFന് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ബേപ്പൂർ നിയോജക മണ്ഡലമായിരിക്കും. അത് പൊതുവെ ഇപ്പൊ തന്നെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. തീർച്ചയായും നോമിനേഷൻ രാവിലെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെ ആകെ വലിയ പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലം രൂപീകൃതമായതിനു ശേഷം വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇടം നൽകിയ ഒരു 10 വർഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങൾ. ആ വിജയം വലിയ രൂപത്തിലുള്ള വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള യക്ഷീണമായ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. അപ്പോൾ വലിയ വിജയം തന്നെ ഇത്തവണ മലയോര മേഖലയിൽ നിന്നുണ്ടാകും. അതിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. തിരുവമ്പാടി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ധീരനായിരുന്ന സഖാവ് മത്തായി ചാക്കോയുടെ സ്മൃതി മന്ദിരത്തിൽ നിന്ന് പുഷ്പാർച്ചനകൾക്ക് ശേഷമാണ് ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായി കോഴിക്കോട് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള വിജയം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. ഇല്ല, തിരുവമ്പാടിയിലെ അങ്ങനെ ഒരു പാർട്ടി ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. പിന്നെ ആരും മത്സരിക്കാലോ, ആ നിലയിൽ അതിനെ കാണും. കേരളത്തിലെ ആർക്കും അതെ.